ടോം കോൾ ശരി. പിന്നെ ഇന്നാ പിടിച്ചോ. ഈ കോള് കട്ടിയോ? ഞാൻ ഒന്ന് കളിച്ചോട്ടെ. ഹായ് ദിയ. ഹായ്. ഞാനിതിലെ പാസ് ചെയ്തപ്പോ ജെറിയെ കണ്ടു. അപ്പൊ ജസ്റ്റ് കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. അമ്മ, ഇത് ദിയ എൻ്റെ ഫ്രണ്ടാ. ഓ, ഞങ്ങൾ പരിചയപ്പെട്ടു. ദിയ, വീടൊക്കെ കണ്ടോ? ഞാൻ കാണിച്ചു കൊടുത്തു. എൻ്റെ മുറി അത് ഞാൻ കാണിച്ചു കൊടുത്തു. ഇവനെ കൊണ്ട്. ഓ അതെ, നിനക്കെന്താ കുടിക്കാൻ വേണ്ടേ? പാലോ അതോ ബൂസ്റ്റോ? എനിക്ക് ബൂസ്റ്റ് മതി. എന്തു പറഞ്ഞു? ഏയ്, ഒരു പ്രശ്നമില്ല. ദിയ, വണ്ടി എവിടെ? വീട്ടിലാ. പുറത്തെടുക്കാനൊരു പേടി. എന്തിന്? ഒരു പേടി വേണ്ട, ഞാനില്ലേ. ബൂസ്റ്റ് തീർന്നു, തൽക്കാലം പാല് കുടിക്കും. മോളപ്പോ ഡിഗ്രി കഴിഞ്ഞു അല്ലേ? MBA. എന്നിട്ടെന്താ ജോലിയൊന്നും നോക്കാത്തെ? സർട്ടിഫിക്കറ്റ്സ് എല്ലാം കിട്ടിയിട്ടില്ല, പക്ഷെ നോക്കി തുടങ്ങണം. MBA കൊള്ളാം. ഇവൻ ബിടെക്കാ. പറഞ്ഞിട്ടെന്താ, വർക്ക്ഷോപ്പിലാ പണി. അമ്മേ, ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ്. എന്താണോ എന്തോ. ആന്റി, ഞാൻ ഇറങ്ങട്ടെ. പോവാണോ? ലേറ്റായി, പിന്നെ വരാം. ഇടയ്ക്കൊക്കെ വരണം. ദിയ എങ്ങനെ വന്നേ? ഓട്ടോലാ. ഞാൻ പൊക്കോളാം. വേണ്ട, ഞാൻ ജംഗ്ഷൻ വരെ കൊണ്ടാക്കാം. അമ്മേ, ഞാൻ. ശരി മോളെ. ഇറങ്ങാം. അയ്യോ, എന്റെ ഫോൺ ജെറിയുടെ കയ്യിലാ. ഒറ്റ മിനിറ്റ്, ഇപ്പൊ വരാം. ജെറി, കഴിഞ്ഞ ആ ഫോൺ താടാ. ഇവനെ കൊണ്ട് ഞാൻ. താങ്ക് യു. എന്താണ് കുറുത്തം കേട്ടവനാ? നോ, ഹീസ് സോ ക്യൂട്ട്. ആണല്ലേ? പോയിട്ട് വാ. ദിയ, താനിവിടെ ഏത് ഫ്രണ്ടിനെ കാണാമെന്ന് പറഞ്ഞ? അത് അപ്പുറത്ത്. അപ്പുറത്ത്? ഓക്കേ, അപ്പുറത്ത്. നീ ഇവിടെ കിണയിരുന്നല്ലേ? കൂട്ടുകാരത്തി, ഒരു മിനിറ്റ് ഏട്ടാ. ഒരു മിനിറ്റ്. നീ എത്ര ഫോൺ എടുക്കാത്ത? ഞാൻ കണ്ടില്ല. എത്ര നേരം വിളിക്കണം. ഇവിടെ വന്നേ. നീ 6 പാക്ക് ഉണ്ടാക്കണ നാട്ടുകാർ തന്നെയാണോ? എന്താടാ ഒരു പേര് പൊട്ട കളിക്കരുതട്ടാ. നീ ഇന്നലെ അടി ഉണ്ടാക്കിയില്ലേ? ആദ്യം അവന്മാരെ പ്രശ്നം ഉണ്ടാക്കിയ, അപ്പൊ ഞാൻ അടിച്ചു. അതിനെന്താ? എന്റെ പൊന്നു ടോമി, നീ ഇന്നലെ അടിച്ച ആരെയാണെന്ന് അറിയാമോ? എഡ്ഗറിന്റെ ടീമിനാണ്. ഏത് എഡ്ഗർ? കർത്താവേ, എഡ്ഗറിനെ അറിയാൻ പാടില്ലെന്ന്. സൈക്കോണോമാൻ മുട്ടാൻ പറ്റില്ലട്ടാ. എടാ, ആകെ പ്രശ്നമാണ്. അമ്മാരുള്ള വണ്ടി അന്വേഷിച്ചെടുപ്പുണ്ട്. ഭാഗ്യത്തിന് വണ്ടിയുടെ നമ്പർ അറിയാൻ പാടില്ലെന്ന് തോന്നുന്നത്. കളറും മോഡലും വെച്ചിട്ടാണ് വണ്ടി അന്വേഷിക്കണത്.
എന്ത് ചെയ്യും? നമുക്ക് തൽക്കാലം വണ്ടി ഒന്ന് ഹൈഡ് ചെയ്താലാ ഓടീസേ ഗുഡായിരിക്കും. ഏയ് എന്തിനാ വണ്ടിയൊക്കെ മാറ്റണം? എടാ നിനക്ക് കുഴപ്പമില്ല, അവന്മാരും ഇവിടെ വീടെങ്കിലും കണ്ടുപിടിച്ചാൽ പ്രശ്നം കൂട്ടാ. മച്ചാനെ സെൻസസ് എടുക്കണവരെ ഒരു വണ്ടി അന്വേഷിച്ചിരിക്കണത്. ആണോ? എന്നാ വണ്ടി തൽക്കാലം നമുക്ക് സ്റ്റീഫഞ്ചന്റെ കാര്യത്തിലേക്ക് മാറ്റിയാലോ? ആഹാ നൈസ് ഐഡിയ മാൻ. താങ്ക് യു മാൻ. നൈസ് തിങ്കിങ്. താങ്ക്സ്. നീ വാ. എന്താ ടോം? അല്ല അത് എടാ ഞാൻ പറയാം, എന്റെ കൂട്ടുകാരൻ പുതിയൊരു വർക്ക്ഷോപ്പ് തുടങ്ങിണ്ടായിരുന്നേ. ഓ. ദിയുടെ വണ്ടി ചിലപ്പോ കംപ്ലൈന്റ് ആയിട്ട് കിടക്കണല്ല, നമുക്ക് അങ്ങോട്ട് കിട്ടിയല്ല കുഴപ്പമില്ലല്ലോ. ചീപ്പായിട്ട് ചെയ്യാൻ പറ്റേ? പിന്നെന്താ? ദിയ, താ വണ്ടിയുടെ താക്കോല് കൊണ്ടുപോവാ. ഞങ്ങൾ കയറുന്നില്ല. അതെന്താ? വാ, ആദ്യമായിട്ട് വരല്ലേ? ഏയ്, നമുക്ക് ഏറ്റവും വരെ വന്നിട്ടുള്ളതല്ലേ? മിണ്ടായിട്ടാ പത്തുരി. അല്ല അതുകൊണ്ടല്ല, ടൈമില്ല. അവിടെ വർക്ക്ഷോപ്പ് കൂട്ടും. എടാ സ്റ്റീഫൻ എത്ര മണി വരെ അവിടെ ഉണ്ടാവും? സ്റ്റീഫൻ ചേട്ടൻ ഒരു 10 മണി വരെ ഉണ്ടാവും അല്ലേ? ആ 10 മണി വരെ ഉണ്ടാവും. അപ്പൊ ധാരാളം സമയല്ലേ? വാ, 5 മിനിറ്റ് അപ്പയെ പരിചയപ്പെട്ടിട്ട് പോവാം. എന്തൊരു അമ്പലം, എന്തൊരു പ്രതിഷ്ഠയാണ്. കൊള്ളാക്കരുത്. അവന് കോമഡി ഇഷ്ടമല്ലടാ. നിങ്ങൾ ഇരിക്കൂ. അതേ വരുന്ന മെയിൻ പ്രതിഷ്ഠ അപ്പാ, കാലക്കുന്നിലപ്പൻ. ഇത് ടോം. ഹായ് ഹായ്. 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 ഞാൻ ചായ എടുക്കാം. ഓക്കെ, ഓ താങ്ക് യു സാർ. താങ്ക് യു. അച്ഛനാണ് അത്. ആകെ മൊത്തം ഒരു മിസ് മാച്ചിങ്. ഓക്കാണ് ഒരു ചിങ്കി ലുക്കും. അത് അമ്മ ഹിന്ദിക്കാരത്തെയും അപ്പം കൊച്ചിക്കാരനാണ്. ഓ ഇന്റർനാഷണലി. എന്നിട്ട് അല്ലട ഒരു ഇന്റർകാസ്റ്റേ. അത് തന്നെ ലോക്കായതാണ്. എന്താ? ഒന്നുമില്ല, നമ്മളതുപോലെ പരിചയപ്പെടില്ലെന്ന് പറഞ്ഞായിരുന്നു മര്യാദക്ക്. ടോമിനെ കുറിച്ച് ദിയ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ അങ്കിൾ ഐ ആം ടോണി. ഇത് കാപ്ര. ഡിക്കാപ്രിയോ. എന്താ എല്ലാവരും കൂടി? അങ്കിൾ ഒന്നുമില്ല, ദിയയുടെ വണ്ടി റിപ്പയറിന് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നന്നായി. ഇല്ല പോകുന്ന വഴിക്ക് ഇവർ 4-5 ഇടി കൂടി ഇടിച്ചേ. പിന്നെ അത് ദിയയുടെ വണ്ടിയല്ല, എന്റെ വണ്ടിയാ. അപ്പൊ അങ്ങളാണ് ഈ വണ്ടി ബാംഗ്ലൂർ കൊണ്ടുപോയി മോഡിഫൈ ചെയ്തത്? പിന്നെ അല്ലാതെ. അപ്പൊ അങ്കിൾ ഈ കാറിലൊക്കെ ക്രേസ് ഉണ്ടല്ലേ? കാറിനേക്കാൾ കൂടുതൽ ട്രാവലിംഗ്. ഐ വാസ് എ വേഗബോണ്ട്. ഓ വാഗമോൺ. ഞങ്ങൾ പോയിട്ടുണ്ട്. നല്ല തണുപ്പാണ് അവിടെ. പിന്നെ ഒടുക്കത്തെ കോടേ. വേഗബോണ്ട് ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. ഓ ട്രിപ്പിംഗ് പൊളി. ഞങ്ങൾ ഹെവി ട്രിപ്പേഴ്സ് ആണ്, കൂടുതലും ഗോവയിലാണ്. ആ സൈഡൊക്കെ പിടിക്കാറുള്ളത്. Get up. Come. Get up, man. ഞാൻ കേട്ടത് കെറ്റവിട്ടെന്നാണ്. മച്ചാനത് നാട് കൂടത് നടന്ന് എപ്പത്താണത് ഒട്ടല്ല അത്. See, 75-ൽ രാജസ്ഥാൻ, 80-ൽ കാശ്മീർ, പിന്നെ ഡെറാഡൂൺ. പൊട്ടളൊക്കെ തുടങ്ങിയല്ല. ഇവിടെ വെച്ച ഞാൻ ഗുഡിയെ പരിചയപ്പെടുന്നത്. ഗുഡിയാ? അതാരാണ്? ദിയയുടെ അമ്മ. ഓഹോ, അങ്കിള് പഴയ ഫ്രീക്കാരത്തല്ലേ? അതുകൊണ്ടാ ഇപ്പൊ കേസില്ല വക്കീലായത്. ടോ, ഇതായിരുന്നു എന്റെ വണ്ടി. പക്ഷേ വിൽക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ വണ്ടിയും വലിയ കുഴപ്പമില്ല. പെർഫോമൻസ് ഒക്കെ കൊള്ളാം, അതെ അതെ. പക്ഷെ കളർ എത്ര പോരാ പോരെ അല്ലേ? പോരാ പോരാ. അതെ. കളറിന് എന്താ പ്രശ്നം? നല്ല കളറല്ലേ? അല്ല, കുറച്ച് ഗേളി കളറാണ്. ആണോ? ആണോ? അല്ലേ? ആണോ? അതെ 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 അതെ. ആ, വേണമെങ്കിൽ കളർ മാറ്റാം. കാപ്ര കാപ്ര ഞാൻ ഓടിക്കാം. ഇടിക്കൂലെന്ന്. ഓടാർക്കോട്ടെ ഞാൻ ടോം പറഞ്ഞ ശരിയാ. പിന്നെ തരാം. കളർ പോരാ. ഒരു കാര്യം ചെയ്യ്, കളർ അങ്ങ് മാറ്റിക്കോ. എന്നാ ഓക്കെ അങ്കിൾ, മാറ്റാം. ബ്ലാക്ക് കളറായ നന്നായിരിക്കും. അത് പൊളിയായിരിക്കും. നമുക്ക് ഫ്രണ്ട് 2 സ്കള്ളും കൂടി പിടിപ്പിച്ച പഞ്ചായിരിക്കൂലേ? ഏയ് അതൊന്നും വേണ്ട, മൂഞ്ചി. ബ്ലാക്ക് മതി. മതി. അപ്പൊ ശരി അങ്കിൾ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ വർക്ക്ഷോപ്പ് പൂട്ടും. ശരി. എടാ ഞങ്ങളത് എടുത്തോളാം, നീ എടുത്തോ. ഞാൻ